ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 11-12 വാക്യം. അവൻ സ്വന്തത്തിലേക്ക് വന്നു. യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. യേശു സ്വന്തത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വന്തം ജനത്തിൻ്റെ, യഹൂദൻ്റെ അടുത്തേക്ക് വന്നു, ഇസ്രായേലിൻ്റെ അടുത്തേക്ക് വന്നു. സ്വന്തമായവർ, ഇസ്രായേലിയർ, യഹൂദ്യർ അവനെ കൈക്കൊണ്ടില്ല, അവനെ തിരസ്കരിച്ച് കളഞ്ഞു. അവനെ കൈക്കൊണ്ടില്ല എന്ന ഒരു വിഷയം വെച്ചും കൊണ്ട് സ്വർഗസ്ഥനായ ദൈവം തൻ്റെ പദ്ധതിക്ക് വിരാമമിട്ടില്ല. പിന്നെ എന്ത് ചെയ്തെന്നറിയാമോ? അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. ശ്രദ്ധിച്ച് കേൾക്കണം, നമുക്ക് തെറ്റുപറ്റരുത്. അവൻ അധികാരം കൊടുത്തു. എന്നാൽ ഈ അധികാരം മാത്രമേ കൊടുത്തുള്ളൂ, അവരെ ദൈവമക്കളാക്കിയില്ല. നമ്മൾ കർത്താവിനെ ഇപ്പോൾ കൈക്കൊണ്ടു, കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നതിനാൽ നമുക്ക് ദൈവമകനാകുവാനുള്ള ഒരധികാരം എനിക്ക് തന്നു. എന്നാൽ ഈ അധികാരം ഉപയോഗിച്ചും കൊണ്ട് ഞാൻ ദൈവമകനാകുവാൻ അത് എൻ്റെ ചുമതലയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് അധികാരം തരും. ആ അധികാരം ഉപയോഗിച്ച് നോക്കൂ, ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അധികാരം കൊടുത്തു. ആ അധികാരം ഉപയോഗിച്ച് ആകേണ്ടത് നമ്മുടെ ചുമതലയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മെ ദൈവമക്കളാക്കുന്നത്. നമ്മൾ തന്നെയാണ് നമ്മളെ പിശാചിൻ്റെ മക്കളാക്കുന്നത്. നമ്മൾ തന്നെയാണ് നമ്മളെ അധികാരം കൈവച്ചും കൊണ്ട് തന്നെ അത് ഉപയോഗിക്കാതെ അത് തുരുമ്പ് പിടിപ്പിച്ച് കളയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു വസ്തു കച്ചവടത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വസ്തു കച്ചവടത്തിൽ പവർ ഓഫ് അറ്റോർണി ഉപയോഗിക്കാറില്ലേ? യഥാർത്ഥമായ അവകാശി സ്ഥലത്ത് അവൈലബിൾ അല്ലെങ്കിൽ ആ ക്രയവിക്രയം നടത്തുന്നതിന് വേണ്ടി ഒരു തേർഡ് പാർട്ടിയെ അധികാരപ്പെടുത്തും. അതിനുവേണ്ടിയാണ് അതിന് പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത്. എന്നാൽ ഈ പവർ ഓഫ് അറ്റോർണി കയ്യിലുള്ളതായ തേർഡ് പാർട്ടി അതെങ്ങും ഉപയോഗിക്കാതെ, അദ്ദേഹത്തിന് അധികാരമുണ്ട് എങ്കിലും ആ പത്രത്തിൽ വെച്ചിരിക്കുന്നതായ നിബന്ധനയിൻ പ്രകാരം ആ അധികാരം ഉപയോഗിച്ച് ഒരു കോർട്ട് പേപ്പറിൽ അവകാശം ഉന്നയിക്കുന്നിടം വരെയും അദ്ദേഹം അധികാരിയല്ല. കേവലം അധികാരം കൊടുക്കപ്പെട്ടവനെന്നേ ഉള്ളൂ. ആ അധികാരം തന്നിലേക്ക് വന്നില്ല, താൻ അധികാരിയാകുന്നില്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ അധികാരം ഉപയോഗിച്ച് എന്തിനു വേണ്ടിയാണ് അധികാരം തന്നറിയാമോ? ദൈവമക്കളാകുവാൻ. അപ്പോൾ ഈ അധികാരം ഉപയോഗിച്ച് നമ്മൾ തന്നെ നമ്മളെ ദൈവമക്കൾ എന്ന് ഡിക്ലെയർ ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ തന്നെ പ്രസ്താവിക്കണം. ഞാൻ തന്നെ എന്നെക്കുറിച്ച് പറയണം, ഞാൻ ദൈവമകനാണ്. ആരോടാണ് പറയേണ്ടതെന്ന് അറിയാമോ? പിശാചിൻ്റെ മക്കളോട് പറയണം, പിശാചിനോട് പറയണം. ഈ ലോകത്തിൽ നാം ജീവിക്കുന്നിടത്തോളം കാലം യേശുവിനോട് പിശാചി ചെന്ന് പറഞ്ഞു, നോക്കൂ, ഇതെല്ലാം എൻ്റേതാകുന്നു, ഇത് എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. ദൈവം പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയല്ലാതെ ആരെയും നമസ്കരിക്കരുത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ ആ വചനം ഉപയോഗിച്ചുകൊണ്ട് കർത്താവ് സ്വയം ദൈവത്തിൻ്റെ പുത്രത്വം താൻ കാത്തു സൂക്ഷിച്ചു പിശാചിൻ്റെ മുൻപിൽ. ദൈവം ആദ്യം കൊടുത്ത ഡ്യൂട്ടി പിശാചിൻ്റെ മുൻപിൽ തന്നെ അധികാരപ്പെടുത്തുക, ഡിക്ലെയർ ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നതായ ബോധ്യം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ പലപ്പോഴും ദൈവമക്കളാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെങ്കിൽ ആ വിശ്വാസമല്ല നമ്മെ ദൈവമക്കളാക്കുന്നത്. ദൈവം തന്നിരിക്കുന്നതായ അധികാരത്താലുള്ളതായ വിശ്വാസം. പിശാചിനോട് നമ്മൾ അവകാശപ്പെടണം, അല്ലയോ പിശാച്, നിന്റെ പ്രവൃത്തികളെ ഞാൻ ദൈവമകനാകുന്നു. അപ്പോൾ ഞാൻ ദൈവമകനാണെന്ന് ഞാൻ തന്നെ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്നിലേക്ക് ദൈവം തന്നിരിക്കുന്നതായ വാഗ്ദത്തത്തിൻ്റെ അവകാശിയാക്കി ദൈവം എന്നെ മാറ്റുന്നു. ഇനിയും വേറൊരു വിഷയം കൂടെ ശ്രദ്ധിച്ച് കേൾക്കുക.
ഒരു പവർ ഓഫ് അറ്റോർണിക്ക് ഒരു കാലാവധിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവ മക്കളാകുവാൻ തന്നിരിക്കുന്നതായ അധികാരപത്രത്തിന് ഒരു കാലാവധിയുണ്ട്. എപ്പോൾ വരെയാണെന്ന് അറിയാമോ? ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം ലഭിക്കുന്നിടം വരെയും ഈ അധികാരപത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തോട്, താഴ്ചയുള്ള ശരീരത്തോട് നാം തന്നെ അവകാശപ്പെടണം, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. ആരോടാണ് പറയേണ്ടതെന്ന് അറിയാമോ? താഴ്ചയുള്ള ശരീരത്തോട്. ഈ താഴ്ചയുള്ള ശരീരം, ഈ വീഴ്ചയുള്ള ശരീരം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എന്താണെന്നറിയോ? പുത്രത്വത്തിലേക്കുള്ളതായ ഒരു യാത്ര ആ ശരീരത്തിൽ ആരംഭിക്കും. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം, നമുക്ക് നഷ്ടപ്പെട്ടതായ റീകളക്ഷൻ ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയതായ ആ തേജസ്സിൻ്റെ ശരീരത്തിൻ്റെ റീകളക്ഷൻ, വീണ്ടെടുപ്പ് അവിടുന്ന് ഇവിടുന്നായി പെറുക്കിയെടുക്കുകയാണ്. എവിടൊക്കെ നമുക്ക് നഷ്ടമായോ അവിടെ നിന്നൊക്കെയും നമ്മുടെ തേജസ്സിൻ്റെ ശരീരത്തിൻ്റെ അംശങ്ങളെ നാം കളക്ട് ചെയ്ത് വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുന്നിടം വരെയും ദൈവത്തിന് സ്തോത്രം. ഇതിനിടയ്ക്ക് പലപ്പോഴും നമുക്ക് വീഴ്ച വരാം. കൊരിന്ത്യ സഭയോട് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ എന്ന് പറഞ്ഞാൽ, വിശ്വാസത്തിൽ ഇരുന്നതായ നിങ്ങൾ ചിലപ്പോൾ അവിടെ നിന്ന് സ്ലിപ്പായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം രാവും പകലും നമ്മുടെ പ്രതിയോഗിയോട് നമ്മൾ അവകാശപ്പെട്ടുകൊണ്ടേ ഇരിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഞാൻ ദൈവമകനാണ്, ദൈവമകളാണ്, ദൈവത്തിൻ്റെ സന്തതിയാണ്. അങ്ങനെയുള്ളതായ ഒരു അവകാശം ദിവസം തോറും നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കും. ഏത് വിശ്വാസത്തിൽ? ദൈവമക്കളാകുന്നു എന്നുള്ളതായ ഒരു വിശ്വാസത്തിൽ, ദൈവത്തിൻ്റെ പുത്രനാകുന്നു എന്നുള്ളത് ഒരു വിശ്വാസത്തിൽ. ഈ വിശ്വാസം നമ്മളിൽ വർദ്ധിച്ചു വരുമ്പോൾ ദൈവം തന്നിരിക്കുന്നതായ ഈ അധികാരം നാം ഉപയോഗിച്ച് നമ്മളെ തന്നെ ദൈവമക്കളാക്കുമ്പോൾ, ദൈവമകനാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? പ്രതികൂലത നമ്മുടെ മുൻപിൽ ഭയപ്പെടുന്നതിനിടയായിത്തീരും. നമ്മളിൽ ഭയം ഉണ്ടെങ്കിൽ അതിനെ മാറ്റുവാനുള്ളതായ, നമ്മൾ തന്നെ ആ ഭയത്തെ മാറ്റുവാൻ ദൈവം തന്നിരിക്കുന്ന ഒരു അവകാശമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഭയപ്പെടരുത്. ആർക്കാണ് ഭയപ്പെടാതിരിക്കാൻ കഴിയുന്നത്? ദൈവമക്കൾക്ക് മാത്രമേ ഭയപ്പെടാതിരിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മൾ മനുഷ്യപുത്രന്മാരായിരിക്കുമ്പോൾ, പിശാചിന്റെ സന്തതികളായിരിക്കുമ്പോൾ നമ്മളിൽ ഭയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. എന്നാൽ ദൈവമക്കൾ എന്നുള്ളതായ ഒരു അധികാര പദവിയിലേക്ക് നമ്മൾ വന്നു നോക്കൂ. അത് സ്ലോലി വളരെ സാവധാനത്തിൽ നമ്മളിൽ നിന്ന് ഭയത്തെ മാറ്റി നമ്മളെ വേറൊരു മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകും. ദൈവത്തിന് സ്തോത്രം. പ്രതികൂലങ്ങളെ ജയിക്കുവാൻ, അനേക തടസ്സങ്ങളെ ജയിക്കുവാൻ, പരിശോധനകളെ ജയിക്കുവാൻ, പരീക്ഷകളെ ജയിക്കുവാൻ നമ്മളിലുള്ളതായ ആ ദൈവപുത്രത്വത്തിൻ്റെ ഉറപ്പ് നമ്മളിൽ വ്യാപരിക്കുമ്പോൾ, ആ ശക്തി വ്യാപരിക്കുമ്പോൾ, ദൈവത്തിൻ്റെതായ അധികാരം വ്യാപരിക്കുമ്പോൾ അവിടെയൊക്കെയും നമുക്ക് ജയം നേടുന്നതിനിടയായിത്തീരും. ശത്രു നമ്മുടെ മുൻപിൽ തോറ്റുപോകുന്നതിനിടയായിത്തീരും. നമ്മെ തകർത്ത് കളയുവാൻ നോക്കുന്നതായ അനേക സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും നമ്മുടെ മുൻപിൽ അത് ഒരു ആവിയായി പോകുന്നത് പോലെ നമ്മുടെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോകുന്ന അനുഭവം നമുക്കുണ്ടാകും. അതിനെയാണ് ദൈവമക്കളുടെ അധികാരം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ദൈവമക്കളാകുന്നത്. നാം നമ്മെ തന്നെ ദൈവമക്കളാക്കണം. നമ്മളെ ദൈവമക്കളെന്ന് നാം തന്നെ ഡിക്ലെയർ ചെയ്യണം. നമ്മൾ അവകാശപ്പെടണം. ശത്രുവിനോട് പറയണം, നമ്മൾ ദൈവമക്കളാണ്, ദൈവപുത്രനാണ്. അങ്ങനെ ദൈവപുത്രന്മാർക്കുള്ളതായ അവകാശത്തിലേക്ക്, വാഗ്ദത്തങ്ങളുടെ അധികാരത്തിലേക്ക് ഈ പ്രഭാതത്തിൽ നിന്നെയും നിന്റെ ഭവനത്തെയും കർത്താവ് ഒരു പ്രാവശ്യം കൂടെ ഉറപ്പിച്ച് നിർത്തുമാറാകട്ടെ. അങ്ങനെ ഒരു വെളിപ്പാടും ദർശനവും നിന്റെ ജീവിതത്തിൽ വെറും വാക്കുകളാലല്ല, പ്രവൃത്തിയാലും കൂടെ ദൈവമക്കളാകുവാനുള്ളതായ ഒരു അധികാരം, ഒരു അവകാശം, ഒരു അഭിഷേകം നിനക്ക് ദൈവം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.